ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞായറാഴ്ച ദിവസത്തിലെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എന്നും പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റ് എനിക്ക് ഞായർ തിങ്കൾ ചൊവ്വ ഇങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ്. ഞായറാഴ്ച മോന് പാട്ട് ക്ലാസ്സിന് പോകാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ എണീക്കണം. കാരണം ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ട് വേണം പാട്ട് ക്ലാസ്സിന് പോകാൻ. ഒരു 9 മണിയാകുമ്പോഴേക്ക് പോകണം പാട്ട് ക്ലാസ്സിന്. അപ്പോഴേക്ക് എന്താണ് ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ട് പോവും, വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റുണ്ട്. ഇന്ന് എക്സസൈസ് ഇല്ല കേട്ടോ, ഇന്ന് എക്സസൈസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ 5 ദിവസമേ ചെയ്യുള്ളൂ. ആഴ്ചയിൽ 5 ദിവസം എക്സസൈസ് ചെയ്യും, 2 ദിവസം ഞാൻ ഫ്രീ ആട്ടോ. അപ്പം ഞാൻ നേരിട്ട് അടുക്കളയിലേക്ക് തന്നെയാണ് വന്നത്. ഈ അരിക്ക് കുറച്ച് വേവുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ ഫസ്റ്റ് തന്നെ വേഗം അരി അടുപ്പത്തേക്ക് ഇട്ടു. ഒന്നിൽ ചുക്കുവെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്ത് ഞാൻ ചുക്കുവെള്ളം വെച്ചിട്ട് അത് തിളച്ചുണ്ടോ എന്നൊരു സംശയം. അപ്പം ഞാനത് എന്ത് ചെയ്തു, ഒന്നും കൂടെ ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. വെള്ളം ഒരു സംശയം കൊണ്ടാണ് കേട്ടോ. പിന്നെ എന്താണ്, ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലിയൊക്കെ എളുപ്പമുള്ളതാണ് കേട്ടോ ഉണ്ടാവുക. 9 മണിയാകുമ്പോഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ ആക്കി പിന്നെ അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. കാരണം എന്നും ഒരുപോലെ ആകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കണം വിചാരിച്ചു. പിന്നെ ഇന്ന് സാമ്പാറാകുമ്പോൾ ഒരു സുഖമില്ല, അതുകൊണ്ട് ഇന്ന് ഇഡ്ഡലിയും ചട്ടണിയാണ്. അപ്പോൾ അതിനുള്ള ഇഡ്ഡലിയാണ് ഇതാക്കി വെക്കുന്നത്. ഈ ഇഡ്ഡലിക്ക് ഞാൻ എങ്ങനെ വെച്ചാൽ നല്ല ഇഡ്ഡലി കിട്ടും, നല്ല സോഫ്റ്റ് ഇഡ്ഡലി. ഞാൻ സാധാരണ നമ്മൾ കുറച്ച് ചോറ് ചേർക്കുമായിരുന്നു. ഇന്ന് ചോറല്ല ഞാൻ ചേർത്തത്, കുറച്ച് മൂടരിയില്ലേ നമ്മുടെ ചോറ് വെക്കുന്ന അരിയില്ലേ, പൊന്നി അരിയും പച്ചരിയും കൂടിയാണ് പുതിർത്തിയത്. അതേപോലെ കുറച്ച് ഉഴുന്നും, പക്ഷെ നല്ല ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ ചിരവാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോഴേക്ക് നമ്മുടെ അരി തിളച്ചു. അതുവരെ അരി തിളച്ചില്ല കേട്ടോ. ഞാൻ എന്നിട്ടാണ് ഇരുന്നത് തേങ്ങ ചിരവാൻ വേണ്ടിയിട്ട്. തേങ്ങ ചിരവാൻ ഇരുന്നപ്പോഴേക്കുണ്ട് അരി തിളച്ച് അവിടെയൊക്കെ മറിഞ്ഞു. പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി കേട്ടോ. അതാണ് എപ്പോഴും ഉള്ളത്. നമ്മൾ പാലായാലും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ പാൽ അടുപ്പത്ത് വെച്ച് നോക്കി നിന്നാൽ തിളക്കുകയില്ല. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അപ്പോഴേക്ക് തിളച്ചു പോകുന്നു. അതേമാതിരിയാണ് അരി. ഞാൻ നോക്കിയപ്പോൾ അത് അങ്ങനെ കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അരി മാറ്റി വെച്ചിട്ടേ തേങ്ങ ചിരവാൻ ഇരിക്കുള്ളൂ. പിന്നെ ഞാൻ എഴുന്നേറ്റ് അതൊക്കെ മാറ്റി അങ്ങോട്ട് വെച്ച് അവിടെ തുടച്ചു. എന്നിട്ട് വീണ്ടും തേങ്ങ ചിരവാൻ തുടങ്ങിയിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇഡ്ഡലിയൊക്കെ ആദ്യത്തെ സെറ്റ് ഇഡ്ഡലി ആയിട്ടോ. ഈ ഇഡ്ഡലി ഞാൻ എങ്ങനെ അറിയോ വെക്കുന്നത്, വേഗം കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് അടിയിൽ വെച്ചാൽ മതി. അപ്പോൾ വേഗം കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല വെള്ളം തിളച്ചപ്പോൾ കുറച്ച് ചൂടുവെള്ളം എടുത്താണ് കേട്ടോ. അത് ഒറ്റയടിക്ക് കുടിക്കുന്നില്ല, കുറേശ്ശെ കേട്ടോ ഞാൻ കുടിക്കുക. നല്ല ചൂടോടുകൂടെ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. തൊണ്ടയ്ക്ക് ഒരു സുഖമല്ലേ. അതിന് ഞാൻ പറഞ്ഞില്ല, ആ ഇഡ്ഡലി ഞാൻ എന്ത് ചെയ്തു, ഒരു പ്ലേറ്റിൽ വെള്ളമാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് എന്ത് ചെയ്യും, ഇഡ്ഡലീൻ്റെ തട്ട് വെച്ചിട്ട്. അപ്പോൾ വേഗം ഇങ്ങനെ ഇളകി കിട്ടും. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? വേഗം ഇഡ്ഡലി കിട്ടാൻ വേണ്ടി കണ്ടോ, അടിയിൽ തീരെ പറ്റി പിടിക്കാതെ കിട്ടും. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല വലുപ്പമുണ്ട്, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തീരെ പറ്റി പിടിക്കാതെ കിട്ടും. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. വെള്ളത്തിലെ മുകളിൽ വെക്കുന്നത് ഇഡ്ഡലി. പിന്നെ ഒരു 5 എണ്ണം കൂടെ എക്സ്ട്രാ വെച്ചു കേട്ടോ. എൻ്റെ ഒരു തട്ടിൽ 9 ഇഡ്ഡലിയൊക്കെ ഉള്ള. അപ്പോൾ ആ 9 എണ്ണമായി പിന്നെ കുറച്ചും കൂടെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇന്ന് കൂട്ടാൻ വെക്കുന്നത് രസകാളനാണ് കേട്ടോ. മോരുകറി വെക്കാൻ പറഞ്ഞപ്പോൾ വീൻകുട്ടൻ പറഞ്ഞു കഷ്ണം ഇട്ടിട്ടുള്ള മോരുകറി എനിക്ക് വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു അമ്മയുടെ സ്പെഷ്യൽ രസകാളൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ അരച്ചു കേട്ടോ. തേങ്ങ, മഞ്ഞൾ, പിന്നെ പച്ചമുളക്, ജീരകം, ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ മോരും ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തു. പിന്നെ കടുകും ഉലുവയും പച്ചമുളകും കടുകും ഉണക്കമുളകും കരിവേപ്പിലയൊക്കെ കൂടെ ഒന്ന് വറവിട്ടു കേട്ടോ. പിന്നെ എന്ത് ചെയ്തു, കുറച്ചുകൂടെ പച്ചക്കറിവേപ്പില അതിലൊക്കെ ഇട്ട് പിന്നെ ഒരു മധുരം, ആ പുളിക്ക് ഒന്ന് ഇതാവാൻ വേണ്ടി ഒരു ഇത്തിരി മധുരവും കൂടെ ഇട്ട് കൊടുക്കും. അപ്പം നല്ല സൂപ്പർ രസകാളൻ, എൻ്റെ സ്പെഷ്യൽ രസകാളൻ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ വീൻകുട്ടൻ എഴുന്നേറ്റ് വന്നു കേട്ടോ. വീൻകുട്ടൻ സ്ഥിരം ഈ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, എഴുന്നേറ്റത് സ്ഥിരം ശീലമായതുകൊണ്ട് പിന്നെ നമുക്ക് ഉറക്കം വരില്ല. അപ്പോൾ അവൻ കറക്റ്റ് ടൈമിന് തന്നെ എന്ത് ചെയ്തു, എഴുന്നേറ്റ് വന്നു കേട്ടോ. അവൻ ആ ഒരു സമയമായപ്പോൾ തന്നെ അവൻ വേഗം എഴുന്നേറ്റ് വന്നു, വിളിക്കേണ്ടി ഒന്നും വന്നില്ല. അത് കഴിഞ്ഞിട്ട് വിൻകുട്ടൻ തലേന്ന് രാത്രി എഴുതി വെച്ചതൊന്നും റെഡിയാക്കില്ല. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ പറഞ്ഞു, മോനെ അതൊക്കെ റെഡിയാക്കി വെക്ക്. ഇതൊക്കെ ചാർട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അവന് ശാസ്ത്രമേളയ്ക്ക് ഉണ്ട്, അപ്പോൾ ആ ശാസ്ത്രമേളയ്ക്ക് കൊണ്ടുപോകാനുള്ള ചാർട്ടാണ്. അപ്പോൾ അതൊക്കെ അവൻ റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ അവിടെയുള്ള കുറേ മാർക്കർ പെന്നില്ലേ, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞു. ചാർട്ട് എഴുതിയ അതൊക്കെ അവൻ എടുത്ത് വെക്കുക. ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ചട്നി അരച്ചിട്ടോ. ഇഡ്ഡലിക്കുള്ള ചട്നിയാണ്, വെള്ളം പോലുള്ള ചട്നിയാണ് കേട്ടോ ഇവിടെ ഇഷ്ടം. ഇങ്ങനെ കൊഴുത്ത ചട്നി ഇഷ്ടമല്ല, അങ്ങനെ ലൂസായിട്ടുള്ള ചട്നി വേണം. ഇതെന്താണെന്ന് അറിയാം, കഴിഞ്ഞ ദിവസം ഞാൻ വീതിയൊക്കെ കൂടെ എടുത്ത് അലക്കാനിട്ടു. അപ്പോഴേക്ക് കറണ്ട് പോയി. പിന്നെ വൈകുന്നേരമാണ് കേട്ടോ കറണ്ട് വന്നത്. അപ്പോൾ പിന്നെ ഞാൻ ആ സമയത്ത് ഒരു 3 മണി 4 മണിയാകുമ്പോൾ കറണ്ട് വന്നു. അപ്പോൾ അലക്കി വെച്ചു. പിന്നെ രാത്രിയായപ്പോൾ എനിക്ക് മഴ പെയ്തപ്പോൾ മേലോട്ട് കയറാൻ മടി. അങ്ങനെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടെ ആറിയിട്ടിട്ട് മേലോട്ട് ആറിയിടാൻ വേണ്ടിയിട്ട്, അതായത് തോരയിടാൻ വേണ്ടിയിട്ട് മേലോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ മോഹനേട്ടൻ ചായ വെക്കാം. അപ്പം വീൻകുട്ടൻ അവിടെ നിന്ന് പാട്ട് പാടിയപ്പോഴാണ് കേട്ടോ ഞാൻ കൈകൊണ്ട് കൊട്ടി കളിച്ചത്
പിന്നെ ഇനി ഒരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത്, മുതിരയും കായയും കൂടെ വെച്ചാൽ നേന്ത്രക്കായയും കൂടെ ഒരു പുഴുക്കാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ രസകാളിനും നേന്ത്രക്കായയും ഈ മുതിരയും കൊണ്ടുള്ള പുഴുക്കും, പിന്നെ പപ്പടം കഴിഞ്ഞ ദിവസം ഉപ്മാവിന് കാച്ചിയ പപ്പടം ഉണ്ടായിരുന്നു, അപ്പോൾ അതുമുണ്ട്. അപ്പോൾ അത് മതി ഇന്ന് ഉച്ചത്തേക്ക്. അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകാൻ തുടങ്ങി കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മഞ്ഞപ്പൊടി തൂവിപ്പോയി, കണ്ടില്ല, ആ പാത്രത്തിലായത് അങ്ങനെയാണ് കേട്ടോ, കയ്യിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ വെള്ളത്തിലായത് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, എല്ലാ പാത്രത്തിലും മഞ്ഞളായി. അത് മൂടി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് അങ്ങ് എടുത്തതാ, കയ്യിൽ നിന്ന് വിട്ടുപോയി. കുറച്ച് നല്ലോണം പോയിട്ടോ മഞ്ഞപ്പൊടി. വിൻകുട്ടൻ കണ്ടില്ല, വിൻകുട്ടൻ കണ്ടാൽ പറയും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മറ്റേ വീണാച്ചപ്പം അമ്മ ചീത്ത പറയില്ലേ എന്ന് ചോദിക്കും. എന്തോ ഭാഗ്യത്തിന് വിൻകുട്ടൻ കണ്ടില്ല, അതന്നെ ഭാഗ്യം. പിന്നെ ഞാൻ ആ പാത്രമൊക്കെ അവിടെയൊക്കെ കഴുകി വെച്ചു, എല്ലാം തുടച്ചു ഒക്കെ വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും നേരത്തെ പണികൾ കഴിഞ്ഞു. അപ്പോൾ എന്താണ്, കൂട്ടാനുമായി, ചോറ് അരി വാർക്കാനായില്ല, കുറച്ച് വേവുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അരി വാർക്കാനായിട്ടില്ല, പൊന്നിയരി തന്നെയാണ് പക്ഷേ വേവുണ്ട്. അപ്പോൾ അത് വാർക്കാനായില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഇഡ്ഡലി, ചട്നി, പുഴുക്ക് ഇനി തേങ്ങയും കൂടെ ചതച്ചിട്ട് നമ്മുടെ പുഴുക്കുമായിട്ടോ. പുഴുക്കിൽ പച്ചമുളകും തേങ്ങയും മാത്രമേ ചതച്ചിട്ടുള്ളൂ, കരുവേപ്പിലയും കൂടെ ചതച്ചിട്ടു, അങ്ങനെ പുഴുക്കായി. പിന്നെ ഗ്യാസ് കത്തിക്കുന്നൊന്നുമില്ല, ആ പുഴുക്ക് അതിൽ വെച്ചാൽ തേങ്ങ ചതാക്കിയിട്ട് ഒന്ന് നല്ലോണം കുത്തി ഉടച്ച് കുറച്ച് വെളിച്ചെണ്ണയാക്കിയിട്ട് നമ്മളെ പുഴുക്ക് റെഡി. അപ്പോൾ ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുളിക്കണം, അപ്പോൾ കുളിയൂടെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമല്ലോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ വിളക്കൊക്കെ കത്തിച്ച്, പിന്നെ നാരായണീയം വായിക്കാനുണ്ടായിരുന്നു. ഞാൻ ഇതിൽ ചെല്ലിയിടുന്നുണ്ടല്ലോ, അപ്പോൾ നാരായണീയം വായിക്കുന്നുണ്ടായിരുന്നു, നാരായണീയം വായിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അരി വാർക്കുക. അപ്പോഴേക്കും നമ്മൾ അരി പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരിയൊക്കെ വാർത്ത് അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് തുടയ്ക്കാനൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് പോയാൽ നമുക്ക് എന്താണ്, വന്നു കഴിഞ്ഞാൽ ഒരു പണി ഉണ്ടാവില്ല, നല്ല റിലാക്സ് ആയിട്ടിരിക്കുക. പോയി വന്നിട്ട് എന്ത് പണി ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞ് പോയാൽ നമുക്കൊരു സുഖമല്ലേ. അങ്ങനെ എല്ലാ അകവും തുടച്ചൊക്കെ എടുത്ത് വന്നപ്പോഴേക്ക് വിൻകുട്ടൻ്റെ കുളിയും കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ വിൻകുട്ടനും കുളി കഴിഞ്ഞ് അവൻ പുറപ്പെട്ട് അങ്ങനെ റെഡി ആയിട്ടോ. കണ്ടില്ലേ, സമയം 8:20 ഞങ്ങൾക്ക് 9:15 9:20 പോയാൽ മതി പാട്ട് ക്ലാസ്സിന്. എന്തായാലും എല്ലാവരും ഒരു നേരത്തെ തന്നെ പുറപ്പെട്ട് വന്നു കേട്ടോ. മോഹനേട്ടൻ കുളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അരി ആ കുക്കറിലേക്ക് തന്നെ എടുത്ത് വെച്ചു കേട്ടോ. എന്നാൽ നല്ല ചൂടുണ്ടാവും. ഉച്ചയ്ക്ക് ഞങ്ങൾ വരുമ്പോഴേക്ക് 1:30 2 മണിയോ, അപ്പോൾ ആ സമയത്ത് ചൂടുണ്ടാവുമല്ലോ. അങ്ങനെ അതുകൊണ്ട് അത് അതിലേക്ക് തന്നെ എടുത്ത് വെച്ചു. പിന്നെ കൊണ്ടുപോകാനുള്ള വെള്ളമാണ് കേട്ടോ, പാട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം, പിന്നെ എൻ്റെ പാട്ട് പുസ്തകം, പിന്നെ കുട ഒക്കെ ബാഗിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ജോലിയാണ് കേട്ടോ. ഞാൻ എന്നിട്ട് വിൻകുട്ടനെ ഇങ്ങനെ പറയും, വിൻകുട്ടനല്ലേ ചെയ്യേണ്ടത്, ബുക്കൊക്കെ എടുത്ത് വെക്കേണ്ടതൊക്കെ അമ്മയാണെന്ന്. പക്ഷെ അവൻ ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ വിടും. ഇതൊക്കെ എൻ്റെ ജോലിയാണ്. ഞാൻ എൻ്റെ ബാഗിൽ ഇതെല്ലാം വെച്ച് ഞാൻ കൊണ്ടുപോകണം കേട്ടോ. അപ്പോഴേക്ക് വിൻകുട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, വിൻകുട്ടൻ വിശക്കുണ്ട് പറഞ്ഞു. അപ്പോൾ അവനുള്ള ഇഡ്ഡലി എടുത്തു കൊടുത്തു. മോഹനേട്ടൻ കുളിച്ച് വന്നിട്ടുള്ളൂ. പിന്നെ മോഹനേട്ടനും ഞാനും കൂടെ ഇഡ്ഡലിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങളും ഇഡ്ഡലിയൊക്കെ കഴിച്ചു. പിന്നെ പുറപ്പെടണം ഇനി. അങ്ങനെയാണ്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ കഴിച്ചു വന്നു. എല്ലാവരും കഴിച്ചിട്ട് അവരവരെ പാത്രങ്ങളൊക്കെ അവർ തന്നെ കഴുകാനൊന്നുമില്ല. ഞാൻ കഴിച്ചത് ഞാൻ കഴുകും, പിന്നെ അവർ രണ്ടാളും കഴിച്ചത് അവർ രണ്ടാളും തന്നെ കഴുകും. അപ്പോൾ പിന്നെ പാത്രമൊന്നും കഴുകാനില്ല കേട്ടോ, എല്ലാം കഴുകിയൊക്കെ വെച്ചല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്താണ്, അവിടെയൊക്കെ ബാക്കിലെ ഗ്രിൽസൊക്കെ പൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ പോകാനാകുമ്പോഴേക്ക് ഗ്രിൽസും വാതിലൊക്കെ ഒന്ന് പൂട്ടി ഒക്കെ റെഡിയാക്കി അത് കഴിഞ്ഞ് പുറപ്പെട്ട് ഇറങ്ങി കേട്ടോ. മീനിക്കൂട്ട അച്ഛൻ്റെ ചെരുപ്പ് എടുത്ത് പോയത്. അച്ഛൻ എന്ത് ചെയ്ത് അത് വേണ്ട പറഞ്ഞിട്ട് മോനായിട്ട് എന്ത് ചെയ്ത് കാറും എടുത്ത് പോയി. പിന്നെ മീൻകുട്ടൻ ഇതൊക്കെ അടച്ചു. അങ്ങനെ ഞങ്ങൾ പാട്ട് ക്ലാസ്സിന് പോവുകയാണ്. അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും സബും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സി യു.